അച്ഛാ അത് അർജുന് സുഖമില്ലെന്ന് പറയുന്നത്. അവനെന്താ പറ്റിയത്? എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഉടനെ സുഖമില്ലെന്ന് പറയുവാണോ? വാ നമുക്ക് പോകാം. അമ്മേ മുത്തശ്ശി പോയിട്ട് വരാം. രുദ്ര, എന്താ നീ ആലോചിക്കുന്നത്? വാ. ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നല്ല കോൺഫിഡൻസ് ആണല്ലോ. ടെൻഡർ നമുക്ക് തന്നെ കിട്ടുന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഈ ലേലം നമുക്ക് കിട്ടാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഇനി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുത നാഗമാണിക്യം എനിക്ക് കിട്ടിയാലേ സാധ്യമാകൂ. അതുവരെ ഇത്രയും വലിയൊരു ടെൻഡർ നമുക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. അർജുൻ, എന്ത് പറ്റിയടാ നിനക്ക്? എന്താന്ന് അറിയില്ല അമ്മേ. പെട്ടെന്ന് എനിക്ക് വയറിന് വല്ലാത്തൊരു വേദന. വയറുവേദനയോ? കിടന്നോ, ഞാൻ പോയി കഷായം ഉണ്ടാക്കിക്കൊണ്ടുവരാം. അത് കുടിച്ചാ വേദന കുറയും. അർജുൻ, അവര് മരിച്ചിട്ടുണ്ടാവുമെന്നല്ലേ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതുന്ന കാര്യത്തിൽ മാത്രം ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങളും അത് തന്നെയാ വിചാരിച്ചത് ഡോക്ടർ. പക്ഷെ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അത് നടക്കുന്നേയില്ല. എന്ത് ദാരിദ്ര്യമാണ് ഈ വീട്ടിൽ വന്നതെന്നറിയില്ല. ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും പരാജയപ്പെടുകയാണ്. വെറുതെ ആവശ്യമില്ലാതെ കള്ളം പറയാൻ നിൽക്കണ്ട. ദേ നോക്കൂ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. കേസരിയിൽ വിഷം കലർത്തി കഴിക്കാൻ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നോക്കിയപ്പോ ശരീരത്തില് വിഷാംശമേ ഇല്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാം. എന്നിട്ട് വേണം എന്നെ വിളിക്കാൻ. ആവശ്യമില്ലാതെ എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്. ഡോക്ടർ, എന്റെ കൈ കൊണ്ട് തന്നെയാ ഞാൻ ഈ വിഷം കലർത്തിയത്. അത് വാങ്ങിക്കൊണ്ടുവന്നത് ഞാൻ തന്നെയാ. ഇല്ല ഇല്ല, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റി. നിങ്ങൾ വിഷമെന്ന് കരുതി വേറെ എന്തെങ്കിലും അതിൽ കലർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ശരിക്കും വിഷം കലർത്തിയിരുന്നെങ്കിൽ ഇന്നേരം മരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും റെഡി ആയിട്ടുണ്ടാവും. അല്ല ഡോക്ടർ, അവൾ മരിക്കാൻ വേണ്ടി തന്നെ ഞാൻ വിഷം കലർത്തിയത്. എന്റെ കൈ കൊണ്ടാണ് ചെയ്തത്. ഡോക്ടറാണെങ്കിൽ അവളുടെ ശരീരത്തിൽ വിഷമേ ഇല്ലെന്ന് പറയുന്നു. അതെങ്ങനെ സംഭവിക്കും? അതൊന്നും എനിക്കറിയില്ല. അഥവാ വിഷം കലർത്തിയെങ്കിൽ തന്നെ ഒരുപക്ഷെ കലർത്തിയതിന്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. ദേ നോക്ക്, മെഡിസിൻ ആയാലും വിഷമായാലും കലർത്തുന്നതിന്റെ ഡോസേജ് കുറഞ്ഞാൽ അത് പ്രവർത്തിക്കില്ല. ഒരാളെ കൊല്ലുന്നത് എന്താ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? വാ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഞാനും ചേർന്നാണ് കുടുങ്ങാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന കാശ് കൃത്യമായി എന്റെ വീട്ടിലെത്തിയിരിക്കണം. മറക്കരുത്. ഞാൻ ഇറങ്ങുക. വിടില്ല, നിങ്ങളെ ഞാൻ വിടില്ല. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ അത് സംഭവിക്കും. നീ ചെയ്യുന്നത് തെറ്റാണ് അനന്യ. നീ മുന്നോട്ട് പോകരുത്. എന്താ ചെറിയമേ, അന്യായം നടക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്നാണോ? അങ്ങനെ ആയി പറ്റൂ അനന്യ. നിന്റെ മുന്നിൽ വേറെ മാർഗമില്ല. ഇല്ല ചെറിയമേ, ഇന്ന് അവരെ അവസാനിപ്പിച്ചേ മതിയാകൂ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ അനന്യ. നീ ഇപ്പോൾ അവരെ കൊന്നാൽ നിനക്കാണ് പ്രശ്നം. എനിക്ക് പ്രശ്നമോ? അതെ, നീ മനുഷ്യലോകത്തേക്ക് പോയത് നിന്റെ പ്രതികാരം തീർക്കാനാണ്. അത് മറന്നിട്ട് മനുഷ്യരോട് സ്നേഹവും ദയയും നന്ദിയും പിന്നെ അവരെ സഹായിക്കാനും ശ്രമിച്ചാൽ അത് നിന്റെ ശക്തി ക്ഷയിക്കാൻ ഇടയാക്കും. നിന്റെ ശക്തി കുറഞ്ഞാൽ പിന്നെ നിനക്കൊരിക്കലും നാഗമാണിക്യം നേടാനാകില്ല. അതില്ലാതെ നിന്റെ അമ്മയ്ക്ക് ജീവൻ നൽകാനാവില്ലെന്ന കാര്യം നീ മറക്കരുത്.
സഹിക്കും മോനെ. അയ്യോ എന്റെ ദൈവമേ. ദാ, ഈ കഷായം കുടിക്ക്, വയറുവേദന കുറഞ്ഞോളൂ. അമ്മ, എനിക്ക് കഷായൊന്നും വേണ്ട, അത് ഭയങ്കര കയ്പാ അമ്മ. എല്ലാ മരുന്നിനും കയ്പുണ്ടാവും. നീ ഇത് കുടിക്ക്, വേദന മാറട്ടെ. വേണ്ട മുത്തശ്ശി. ഇവൻ കഷായം വേണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇത് അഭിനയമായിരിക്കും. എന്തെങ്കിലും ചെയ്ത് ഇവന്റെ കള്ളത്തരം ഒന്ന് പൊളിക്കണം. ഹേമ, ഇവന്റെ വയറുവേദനയ്ക്ക് നിന്റെ ഈ കഷായം കൊണ്ട് ഒരു ഗുണവുമില്ല. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ അമ്മേ? ഒരു മിനിറ്റേ. അമ്മ, അതാ പറഞ്ഞു ഇത് സഹിക്കാൻ കുടിക്കാൻ. ദേ പറ്റുന്നില്ല നോക്ക്. അമ്മേ. എന്റെ പൊന്നല്ലേ, എന്റെ തങ്കമല്ലേ, കുടിക്ക് മോനെ. ദേ നോക്ക്. വേണ്ട. പാൽ കഷായമാണിടാ ഇത്, എനിക്കൊന്നും വേണ്ട. കയ്പൊന്നും ഉണ്ടാവില്ല. എന്റെ ഫോണും. ഹലോ, അമ്മേ. നിങ്ങൾ ആരാണ്? ഞാൻ അർജുന്റെ മുത്തശ്ശിയാ സംസാരിക്കുന്നത്. നീ ആരാ മോളെ? അത് എന്തു പറയണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഏതോ പെണ്ണാണല്ലോ വിളിക്കുന്നത്. ഇനി ഒരുപക്ഷെ അനന്യായിരിക്കോ? അവളെന്തിനാ എന്നെ കോൾ ചെയ്യുന്നേ? എന്താ, അർജുന്റെ കയ്യിൽ ഫോൺ കൊടുക്കണമെന്നോ? ഇല്ലില്ല, അത് പറ്റില്ല. അവന് സുഖമില്ല, വയറുവേദനയാ, കിടന്ന് പിടയ്ക്കുക. എന്തു പറയണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്താ മോളെ, അവന് സംസാരിക്കാൻ പറ്റില്ല. നീ എന്താ ഈ പറയുന്നത്? നീ പറഞ്ഞാൽ ഉടനെ അവൻ സംസാരിക്കോ? അതെങ്ങനെയാ മോളെ? അല്ല, അവനും നീയും തമ്മിൽ എന്താ ബന്ധം? എന്താ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നോ? അത്രയ്ക്ക് അടുപ്പാണോ? നോക്കുമോളെ, ഫോൺ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അർജുന്റെ കയ്യിൽ ഫോൺ കൊടുക്കണമെങ്കിൽ നിന്റെ പേര് പറഞ്ഞേ. അയ്യോ ദൈവമേ, ഇത് അനന്യാണെന്ന് തോന്നുന്നു. അവളിപ്പോ പേര് പറഞ്ഞ അവൾ ആരാ എന്താന്നൊക്കെ എന്നോട് ചോദിക്കുമല്ലോ മുത്തശ്ശി. ഇനി എന്താ ചെയ്യാ? അമ്മേ. പേര് പറയില്ലെന്നോ? എന്നാ ശരി, ഞാൻ ഫോൺ കൊടുക്കുന്നില്ല. അതെന്താ അങ്ങനെ ഒരു ശീലം? ഫോൺ ഇന്ന് താ മുത്തശ്ശി. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? നിന്റെ മുത്തശ്ശി. അയ്യോ, ഇത് മുത്തശ്ശിയായിരുന്നോ? ഞാൻ തന്നെ. നിനക്ക് വയറുവേദനയോ? കൊള്ളം പറയുന്നോടാ. ഞങ്ങൾ കള്ളം പറയുന്നോ? ഇല്ല മുത്തശ്ശി. അയ്യോ, കള്ളം പറഞ്ഞതാ അല്ലേ? കണ്ടില്ലേ നീ, അച്ഛന്റെ കൂടെ പോകാൻ മടിച്ച് ഇവൻ കള്ളം പറഞ്ഞതാ. കള്ളം. അതെയോ? നിന്നെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് രണ്ട് കഥ എടുക്കാം. നീ അഭിനയിച്ചല്ലേടാ? ഇനി അഭിനയിക്കോടാ? ഇല്ല അമ്മ, ഇനി പറ്റിക്കോ? ഇങ്ങനെ ഞാനൊന്നും ചെയ്യില്ല. നിന്നെ ഇന്ന് അമ്മ. അനന്യ, നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ ഉള്ളത്? അതെന്ത് വയറുവേദനയാണോ എന്തോ, എനിക്ക് തന്നെ അറിയില്ല. പ്രാണൻ പോകുന്ന അത്ര വേദനയുണ്ടായിരുന്നു. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താ എന്നെ എങ്ങനെ നോക്കുന്നത്? എനിക്കെന്താ സംഭവിച്ചതെന്ന് ഓർത്ത് പേടിച്ചു പോയോ? പാവം, ഞാൻ വയറുവേദന എടുത്ത് നിലവിളിച്ചപ്പോ അവൾ ഒരുപാട് ഭയന്നിട്ടുണ്ടാവും.
എന്താ ചേട്ടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളോടാ ഞാൻ ഈ ചോദിക്കുന്നേ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? സരോജത്തിന് കേസരിയിൽ നീ എന്താ കലർത്തി കൊടുത്തേ? നിന്നോടാ ചോദിച്ചത്. എന്താ ചേർത്തേ? നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന വിഷം തന്നെയാ കലർത്തിയത്. നിങ്ങളല്ലേ അത് കേസരിയിൽ കലർത്തി കൊടുക്ക്, അവള് മരിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാൽ അത് നീ കൊടുക്കൂ? ഭർത്താവ് തെറ്റ് ചെയ്താൽ തിരുത്താൻ നിനക്കറിയില്ലേ? പാവം സരോജ ഒരു മാതാവിനെ പോലെ നിന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അവളെ നീ കൊല്ലണമെന്ന് തീരുമാനിച്ചു അല്ലേ? ലജ്ജയില്ലേ നിനക്ക്? അതല്ല ഏട്ടനല്ലേ. ഞാൻ പറയും, 1000 വട്ടം പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. നിനക്ക് സ്വന്തമായിട്ട് ബുദ്ധിയില്ലേ? ഇനി ഒരു തവണ കൂടി നീ ഇത് ആവർത്തിച്ചാൽ കഴുത്തിന് പിടിച്ച് ഈ വീടിന് പുറത്താക്കും ഞാൻ. ഭിക്ഷ എടുക്കേണ്ടി വരും നിനക്ക്. തെറ്റ് തിരുത്തി നീ നല്ലവളായാൽ നിനക്ക് തന്നെയാ നല്ലത്. മനസ്സിലായോ? മനസ്സിലായോ എന്നാ ചോദിച്ചേ? വരൂ. ഈ ടെൻഡർ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കും മൊത്തത്തിലൊരു സംശയം ചെറിയച്ച. പക്ഷെ അച്ഛൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കുന്നത്. അച്ഛൻ വിചാരിക്കുന്ന പോലെ ടെൻഡർ നമുക്ക് കിട്ടിയാൽ അത് നല്ലതല്ലേ? നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നം സത്യമായി മാറില്ലേ? സ്വപ്നം മാത്രമായിരിക്കും കാര്യം. അത് സത്യമാകാൻ സാധ്യതയില്ല. നീ ആ ശർമ്മയെ കണ്ടോ? ഏട്ടനേക്കാൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ടെൻഡർ അയാൾക്ക് തന്നെ കിട്ടുമെന്നുള്ള സന്തോഷത്തിലായിരിക്കുന്നത്. നമുക്കിത് കിട്ടാൻ പോകുന്നില്ല. ചേട്ടനെ കാണിക്കുന്നതൊക്കെ വെറും മണ്ടത്തരമാണ്. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇത്തവണയും ഈ ടെൻഡർ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല. അച്ഛാ, നമുക്ക് ഈ ടെൻഡർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ടെൻഷൻ ആവണ്ട. നീ വെറുതെ ഇരുന്ന് കണ്ടാൽ മതി. ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടും. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷൻ മുതലാളിമാരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും നിങ്ങൾ എന്നോട് സഹകരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായി കാവേരി കൺസ്ട്രക്ഷൻസ് കമ്പനി കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് 120 കോടി.
സത്യം പറ, നീ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടോടാ? ചുമ്മാ ഇരിക്കും മുത്തശ്ശി. ഞാൻ സ്നേഹിക്കുന്നെന്നോ? യു മീൻ ലവ്? നോ ചാൻസ്. മുത്തശ്ശിയോട് പറയാതെ ഞാൻ അങ്ങനെ ഏതെങ്കിലും പെണ്ണിനെ സ്നേഹിക്കോ? എന്റെ മുത്തശ്ശിയുടെ പേരക്കുട്ടിയല്ലേ ഞാൻ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക്? ഇതിനൊരു കുറവുമില്ല. അല്ല, ഒരു പെണ്ണ് വിളിക്കുന്നു പറഞ്ഞപ്പോ തന്നെ നിന്റെ വേദന പോയല്ലോ. അത്ര പെട്ടെന്ന് വയറുവേദന പോയോ? അത് വയറുവേദന എന്ന് പറഞ്ഞ സത്യമാ. എന്നാ അത് മാറിയത് പെണ്ണിന്റെ കോള് വന്നപ്പോഴല്ല, മുത്തശ്ശിയുടെ കൈ തൊട്ടപ്പോഴാ. കാതിനൊക്കെ പിടിച്ച് പൊന്നാക്കിയില്ലേ, അപ്പൊ തന്നെ എന്റെ വയറുവേദനയും പമ്പ കടന്നു. കള്ളം. എനിക്കെല്ലാം മനസ്സിലായി. അല്ല മോനെ, നിന്റെ അച്ഛന് നിന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് എത്ര ആഗ്രഹിച്ചതാ. നീ ഉടനെ അഭിനയിച്ച് രക്ഷപ്പെട്ടു അല്ലേ? നിങ്ങൾ എന്നോടൊന്നും ചോദിക്കല്ലേ, എനിക്ക് കുറച്ച് അർജന്റ് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. എടാ അർജുൻ, നിക്കടാ. അർജുൻ, എടാ നിക്ക. പൊയ്ക്കോ, വൈകിട്ട് വീട്ടിൽ വരുമല്ലോ. വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക്. കണ്ടോ ഹേമേ, അവൻ എത്ര അഭിനയിക്കുന്നെന്ന്. ദേ അമ്മേ, ഇവനെ ഇങ്ങനെ വിട്ടാ പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിക്കില്ല. എത്രയും പെട്ടെന്ന് ഇവന്റെ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. നീ പറയുന്നത് ശരിയാ. ആദ്യം ഒരു പെണ്ണിനെ കണ്ട് ഇവന്റെ കല്യാണം നടത്തണം. അല്ല, സരോജയെ കൊല്ലാനുള്ള ഐഡിയ തന്നതേ ഏട്ടനാ. പക്ഷെ ഇപ്പൊ ഒരു ബന്ധമില്ലാത്ത കാര്യമാണല്ലോ പറയുന്നത്. ഇനി ഏട്ടൻ വല്ല ഭ്രാന്തങ്ങാണം പിടിച്ചോ? രാജി, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? നിന്നോടാ ചോദിക്കുന്നേ. എന്താ ഇങ്ങനെ നോക്കുന്നേ യക്ഷിയെ പോലെ? ഇതിനു മുന്നേ നീ എന്നെ കണ്ടിട്ടില്ലേ? പാവം സരോജ ഒരു മാതാവിനെ പോലെ നിന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അവളെ നീ കൊല്ലണമെന്ന് തീരുമാനിച്ചു അല്ലേ? ലജ്ജയില്ലേ നിനക്ക്? നീ തെറ്റ് ചെയ്തു എന്ന് കരുതുന്നു. ആ സരോജത്തിന് കൊടുത്ത കേസരിയില് വിഷം കുറച്ച് കൂടുതൽ ചേർക്കണമായിരുന്നു. എങ്കിൽ അവളിപ്പോ നേരത്തോട് നേരം പരലോകത്തെത്തിയേനെ. എല്ലാം കൊണ്ട് കളഞ്ഞു. രാജി, എന്തു പറ്റി? വന്ന നേരം പോലും ഞാൻ സംസാരിക്കുന്നു, നീ പ്രേതത്തെ കണ്ട പോലെ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും സംസാരിക്കേ. ഏട്ടൻ എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഭ്രാന്തായോ? അതോ തലയ്ക്ക് വല്ല അടിയും കിട്ടിയായിരുന്നോ? എന്താ ഏട്ടോ ഇങ്ങനൊക്കെ? നിങ്ങൾക്ക് ശരിക്കും മാറ്റമുണ്ടല്ലോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഭ്രാന്തായതാ. എന്താണ് നീ ഇങ്ങനെ ചോദിക്കുന്നേ? നിനക്ക് ഭ്രാന്തായോ? എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിനക്കെന്താ പറ്റിയത്? മതിയൊന്നും വായടയ്ക്ക്. നിങ്ങൾ ഇപ്പോഴല്ലേ വന്ന് എന്തിനാ സരോജയ്ക്ക് വിഷം കൊടുത്തതെന്ന് പറഞ്ഞ് എന്നെ അടിച്ചിട്ട് പോയത്? ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞെന്നോ? അതെപ്പോ? സരോജയെ ഞാൻ അമ്മയെ പോലെയാ കാണുന്നേ. നീ അവൾക്ക് എന്തിനാ വിഷം കൊടുത്തത്? നിനക്ക് അറിവില്ല, നാണമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞിട്ടല്ലേ പോയത്? അതുകൂടാതെ എന്റെ ചെകിടത്തൊന്ന് തരികയും ചെയ്തു. കവളെന്ത് വേദനയാണെന്നറിയാവോ? എന്നിട്ട് ഇപ്പൊ വന്ന് കുറച്ചുകൂടി വിഷം കലർത്താമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി മരവിച്ചു പോയോ? ഞാൻ സത്യവാടി പറയുന്നേ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. നീ എന്റെ സ്നേഹമുള്ള ഭാര്യയല്ലേ? അങ്ങനെയുള്ളപ്പോ ഞാൻ നിന്നെ അടിക്കോടി. നീ എന്തോ കൺഫ്യൂസ്ഡ് ആയെന്നാ തോന്നുന്നേ. അതെ, ഞാൻ കൺഫ്യൂസ് ആണ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ടാ. എന്താ ഇത്? 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോയി. ഇപ്പൊ വന്നിട്ട് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ലെന്നാണല്ലോ പറയുന്നത്. എന്താ ഏട്ടാ, നിങ്ങൾക്ക് എന്ത് പറ്റി? നീ എന്തൊക്കെയാടി പറയുന്നേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കള്ളം പറഞ്ഞതൊന്നും അല്ല. നിങ്ങളെ കൂടെ സത്യം ചെയ്ത് പറയാ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സത്യം സത്യം സത്യം. എന്താ രാജി ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ സത്യം പറയുന്നോ കള്ളം പറയുന്നോ?
ഇന്ന് രാജിക്ക് എന്താ പറ്റിയത്? അലക്ഷ്യമായിട്ട് നടക്കുന്നു, വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നു. ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് നിനക്കാ, എനിക്കല്ല. അല്ല, അവളുടെ മുഖത്ത് ഞാൻ അടിച്ചെന്നോ? അത് സാധിക്കുമോ? ഫസ്റ്റ് ലുക്ക് കൺസ്ട്രക്ഷൻ കമ്പനി കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് 98 കോടി. KK കൺസ്ട്രക്ഷൻ കമ്പനി കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്